ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇന്നലെ നമ്മൾ കപ്പേളി പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് രാവിലെ ഓഫീസിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ കുഞ്ഞൂസ് ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. അവൻ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയ അത് കാരണം ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കുഞ്ഞൂസ് ഇവിടെ കിടന്ന് നല്ല ഉറക്കം കേട്ടോ. ഞാൻ അവനെ വിളിച്ചെണീപ്പിക്കണില്ല, അവൻ്റെ ഉറക്കം മാറി എണീക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എണീക്കായിരിക്കും. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് അവന് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇപ്പം തന്നെ എണീക്കാവും. ഇപ്പം പിന്നെ അവനിങ്ങനെ ചെറുതായിട്ട് നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് ധൈര്യം ഉറപ്പിച്ചിട്ട് അവനെ തന്നെ കരുതിയിട്ട് പോകാനും പറ്റില്ല. അപ്പം ഞാനൊന്ന് രണ്ട് പില്ലോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇവിടെ വരെ വന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അവൻ എന്താ ചെയ്യണേന്ന്. കാരണം ഇപ്പോൾ ഒരു സ്വഭാവം ഉണ്ട്, എണീറ്റാലിങ്ങനെ മിണ്ടാണ്ട് കിടക്കും. അപ്പോൾ തന്നെ കരയില്ല, കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെ നീങ്ങി പോണാറിനെ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് കിടത്താൻ പറ്റും. ഇന്നലെ മമ്മിയൊക്കെ എത്തിയപ്പോഴേക്കും 11:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പയും അമ്മയൊക്കെ രാത്രി തന്നെ പോയി, 12 മണിയൊക്കെ ആയപ്പോഴേക്കും പോയായിരുന്നു. അവരോട് ഇന്നലെ ഞാനിവിടെ നിൽക്കാൻ വേണ്ടി കുറേ പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് സോണിന് ജോലിക്കൊക്കെ പോകാനുള്ള കാരണം അവർ ഇന്നലെ തന്നെ പോയി. പിന്നെ അതേ രാവിലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര വയ്യായി, പല്ലുവേദന കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ പോവാണ് അപ്പയും അമ്മയും കൂടെ. ചിലപ്പോൾ ആ വഴി അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ വരുമായിരിക്കും, അറിയില്ല. കുഞ്ഞൂസ് ഇന്നലെ അവർ പോണ സമയത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കണായിരുന്നു. അവർ വണ്ടിയിൽ കയറി പോകുമ്പോൾ അവനിപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലായി വരണുണ്ട്. 8 മാസമൊക്കെ ആയല്ലോ. അപ്പോൾ ചിലപ്പോൾ അവർ പുറത്ത് പോകും. ഒന്നാമത് അവന് വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ അവർ പോയപ്പോൾ ഇന്നലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 12 മണിയായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കപ്പേള പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ പ്രാവശ്യത്തെ അത്രയും പടക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത നല്ല കുറേ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ചൂടും കുഞ്ഞാവേനും കൊണ്ട് അങ്ങനെ പുറത്തവിടെ, പിന്നെ വാവേനം കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അപ്പുറത്ത് അവിടെ പോയി ഇരുന്നു. അപ്പം ഞാൻ ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവന് കുറുക്കുണ്ടാക്കാൻ നോക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് നവയെ റാഗിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റാഗി മാത്രമേ കുറച്ചെങ്കിലും ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പം റാഗി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും കൂടി പൊടി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി നവരെയും കൂടി മിക്സ് ചെയ്തിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാം. അപ്പം അവൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് സാവധാനം മതി. അപ്പം ഇപ്പോഴേക്കും ഉണ്ടാക്കിയൊക്കെ വെക്കുക, അവൻ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്. ഞാനിതൊരു 1.5 ലിറ്ററിൻ്റെയാണ് മേടിച്ചത്. അത് മതി അവന് വേണ്ടിയിട്ടുള്ളത് മാത്രം വേവിക്കാൻ വേണ്ടി വരുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ പ്രസ്റ്റീജിൻ്റെയാണ്, നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തിട്ട്. ഞാൻ അവന് കുറുക്കുണ്ടാകണാണ്. അപ്പോൾ നമ്മൾ പനഞ്ചക്കര മാറ്റിയിട്ട് ഇപ്പോൾ പനങ്കൽക്കണ്ടമാണ് ഇപ്പോൾ ഞാൻ അവന് കൊടുക്കണേ. കപ്പക്കെട്ടിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പനങ്കൽക്കണ്ട കൊടുക്കണം. അപ്പോൾ ഞാൻ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ലുവാനെ എണീറ്റിട്ടുണ്ട്. കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ ഒരു പാട്ടിട്ട് അപ്പോഴേക്കും കുഞ്ഞൂസ് ചാടി എണീറ്റ് അവിടെ ആന അടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ലുവാനെ കുട്ടനെ കുളിപ്പിക്കാൻ പോണേട്ടാ. മമ്മിയാണ് കുളിപ്പിക്കുന്നത്, കാണിച്ചു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേക്കും മമ്മി എന്നെ എടുക്കല്ലേ, നല്ല ഡ്രസ്സൊന്നും അല്ല എന്നൊക്കെ പറയണായിരുന്നു. അപ്പം കുറുക്കും കൊടുത്ത് അവനെ കുളിപ്പിച്ചിട്ട് അവനെ കൊടുക്കാൻ കിടത്തിയിട്ടാണ്. ഇന്നെന്താണെന്നറിയില്ല, ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇന്നലത്തെ പടക്കം പൊട്ടിയതിൻ്റെ പേടിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും. ഇന്നലെ ഉറങ്ങാനും ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെ വന്നപ്പോഴേക്കും ഇതൊക്കെ നല്ല വാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കണേന്. ഇതിന് ഇങ്ങനത്തെ പോട്ടിലായിരുന്നു ഒരുപാട് വെള്ളം നമുക്ക് കോരി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ, ജസ്റ്റ് ഒന്ന് നനഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യണേ. പിന്നെ നമുക്ക് അവൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിടണം. ലുവാനുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കയ്യിലിട്ട് തിരുമ്മിയിടണേട്ടോ. അവന് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ കയ്യിട്ട് തിരുമ്മിയിടണം. അപ്പോൾ അവൻ ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ചെയ്യണം. അപ്പം 2 ഞാൻ റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അതും ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ആ പൊടിയൊക്കെ കളയണം കേട്ടോ. ഇതിനധികം ഒട്ടും വെള്ളം വേണ്ട, കുറേ ദിവസം വെള്ളം ഇല്ലെങ്കിൽ അത് വാടാണ്ടൊക്കെ നിൽക്കും കേട്ടോ. ഇതൊരു സെക്കുലൻ ടൈപ്പാണ്. ഇതിൻ്റെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചത്. ഇതിൽ നിന്നൊരു പീസായിരുന്നു അമ്മക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തിച്ചത്. അപ്പം ഞാൻ അവൻ ഉറങ്ങണ ഗ്യാപ്പിൽ എന്നാൽ പിന്നെ ഡ്രസ്സ് കഴുകിയിടാന്ന് വെച്ചു ഞാൻ. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയിടണേന് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അപ്പം ഉള്ളത് അപ്പം തന്നെ കഴുകിയിടണായിരുന്നു കുറച്ചുണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ രാവിലെ കുളിപ്പിച്ചതിൻ്റെയും പിന്നെ ഇന്നലെ പോയതിൻ്റെയൊക്കെ ഡ്രസ്സായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അവനെ 1-2 പ്രാവശ്യം പോയി നോക്കിയായിരുന്നു കേട്ടോ. അവൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടന്ന സ്ഥലത്ത് തന്നെ ഇരിക്കില്ല കിടക്കണം. അപ്പോൾ ഞാൻ വേഗം പരിപാടി തീർന്നു.
അതിൻ്റെ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസിന് കുറേ ഡെക്കർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും എടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ മമ്മിക്ക് അത് എവിടെ എടുത്ത് വെക്കണ്ടേന്ന് അറിയാത്ത കാരണം മമ്മി ട്രീ ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ വെക്കണ്ടേന്ന് മമ്മിക്ക് അറിയാത്തതുകൊണ്ട് മമ്മി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിപ്പോൾ എടുത്ത് വെക്കാന്ന് ഓർത്ത് ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ വീട് ഒന്നാമത് റോഡ് സൈഡാണ്. അപ്പോൾ നല്ല രീതിയിൽ പൊടിയടിക്കും കേട്ടോ. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നല്ല പൊടിയടിക്കും. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെക്കാന്ന് ഓർത്ത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് മതിയല്ലോ അതൊക്കെ. അപ്പോൾ ഞാൻ നല്ലൊരു ബോക്സ് കണ്ടുപിടിക്കിട്ടാണ് നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാം. ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെസ്പോർട്ട് പെട്ടി മുഴുവൻ എടുത്തായിരുന്നു. ഇപ്പോൾ വലിയ പെട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ, കുഞ്ഞി പെട്ടിയൊന്നുമില്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പെട്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെടുത്ത് അഴിച്ചപ്പോഴേക്കും ഒരു ബോൾ അങ്ങോട്ട് താഴെ വീണ്. പിന്നെ കുഞ്ഞൂസ് അങ്ങോട്ട് എണീറ്റ്. അപ്പോഴേക്കും മമ്മി വന്ന് പിന്നെ മമ്മിയാണ് അവനെ എടുത്തേച്ചത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിതൊക്കെ അഴിച്ചു വെക്കണമായിരുന്നു. ഇനി വേറൊരു കുഞ്ഞിപ്പെട്ടി കെട്ടിയിട്ട് വേണം നമുക്കിതൊക്കെ എടുത്ത് മാറ്റി അതിലേക്ക് വെക്കാനുള്ള. വലിയ പെട്ടി മുഴുവനും ഇപ്പോൾ പുൽക്കൂടിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയൊരു പെട്ടി കിട്ടിയിട്ട് വേണം ഇതൊക്കെ മാറ്റാൻ. ലുവാനുവിനെ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഉറക്കി കെടുത്തിയാലും ഇവിടെ റോഡ് സൈഡ് ആയ കാരണം വണ്ടി പോണ സൗണ്ട് കാരണം അവൻ എണീക്കും. അപ്പോൾ ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ഒരു ബോൾ താഴെ വീണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അവനിപ്പോൾ എണീറ്റത്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചിട്ടാ. ഫുഡിന് നമുക്ക് ഇന്നലത്തെ നെയ്ച്ചോറും ബീഫും ചിക്കനും ഒക്കെ ആയിരുന്നു. സാലഡും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ച്. അപ്പം കുഞ്ഞൂസിന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണേട്ടാ. പിന്നെ ഇപ്പം നമ്മൾ ചോറ് അവന് ഇഷ്ടമല്ല. അപ്പം ചോറ് നമ്മൾ ഇട്ടിട്ടില്ല. അതിന് പകരമായിട്ട് ഇച്ചിരി ക്യാരറ്റും ഇച്ചിരി പരിപ്പും അതേപോലെ തന്നെ 2 ചീരയും ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം അതൊന്ന് കുക്കറിൽ അടിച്ചിട്ട് എടുക്കാന്ന് ഓർത്ത്. അപ്പം അത് കുക്കറിൽ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ അവന്റെ ഫുഡിന് താഴെ കൊണ്ടുപോയി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തതൊക്കെ വെറുതെ അവൻ കൊണ്ടുവന്നപ്പോ ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് നല്ല രീതിയിൽ സ്മൂത്ത് ആക്കി എടുത്തപ്പോഴാണ് ഇപ്പൊ ഇത്തിരിയും കഴിക്കണത്. ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട്. അമ്മ എന്തിപ്പോ കോരി കൊടുക്കണം. ഞാനും മമ്മിയും കൂടി കുറെ നേരം ശ്രമിച്ചതാണ്, കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പതേ കൊടുത്തു. ഇച്ചിരിയൊക്കെ അകത്ത് കൊണ്ട് ബാക്കി തുപ്പമാണ്. ഞാനപ്പോൾ വിചാരിച്ചത് ഇവന് ഇത് മധുരമില്ലാത്തതുകൊണ്ടാണ് കഴിക്കാത്തതെന്നാണ്. പക്ഷെ അവൻ അതല്ല, ചവച്ചീനാ മടിയായിട്ടാണ്. അവൻ ഇച്ചിരി കട്ടിയുണ്ടെങ്കിൽ അവനത് തുപ്പിക്കളയല പരിപാടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മമ്മി ചായയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പതേ ചായയൊക്കെ അമ്മ കൊണ്ടുവന്ന കൊഴുക്കട്ടെ. ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി സീതപ്പഴം കൂടി അടിച്ചെടുത്തതാണ്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് സീതപ്പഴം കൊടുക്കണേ. കുടിക്കുമെന്ന് അറിയില്ല, നോക്കാം. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ അമ്മയുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ടാണ്. അപ്പം അമ്മയാണ് അതൊക്കെ കൊടുക്കണത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയി അവൻ്റെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോയേക്കണേണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നിത്തിരി തലയിൽ എണ്ണയിട്ട് കുളിക്കാന്ന് ഓർത്ത് ഇത് മമ്മി കാച്ചി എണ്ണ കേട്ടാ. ഞാൻ പ്രഗ്നൻസി ടൈമിലൊക്കെ ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം കുറേ നാളായിട്ട് എണ്ണ വെച്ച് കുളിക്കലൊക്കെ കുറവാണ്. ഇപ്പം എന്നെ നല്ലപോലെ മുടിയൊക്കെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞ കാരണം നല്ലപോലെ ഹെയർ ലോസ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നെന്തായാലും കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് കുളിക്കാന്ന് ഓർത്ത്. അപ്പം അമ്മ അവന് സീതപ്പഴമൊക്കെ കൊടുത്തിട്ടാ. സീതപ്പഴം ഫസ്റ്റ് ടൈമാണ് കഴിക്കണമെങ്കിൽ അവന് ഇഷ്ടപ്പെടായികയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പഴം ചേർത്ത് കൊടുത്താരണം. അപ്പം അമ്മ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ മേല് കഴിച്ചിട്ട് കൊണ്ടുതന്നെയാണ് ഈ കാണുന്നത്. മമ്മി അപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും കുടുംബ യൂണിറ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം മമ്മി മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് നമ്മുടെ പുൽക്കൂട് മത്സരത്തിന് സമ്മാനം കിട്ടണത് കേട്ടോ. അപ്പം മമ്മി അത് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സ്റ്റേജിൽ വൈകുന്നേരം വന്നപ്പോൾ അവന് വേണ്ടി കൊണ്ടുവന്നതാണ്. വൈകിട്ട് പിന്നെ സോനു ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പയും സോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പതേ നമ്മുടെ ലിയോ മോനെ ഇതിന്റെ അടിയിൽ കയറി വിളിച്ചിരിക്കലാണ്ട പരിപാടി. അവനെ പൂച്ചാന്ന് വിളിച്ച് പോടി വന്നതാണ്ട കണ്ടത്. അപ്പോഴേക്കും മമ്മി പുൽക്കൂട് മത്സരത്തിന്റെ സമ്മാനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്ര വലിയ സമ്മാനമൊന്നുമില്ല, ഒരു കുഞ്ഞി സമ്മാനമാണ്. എന്നാലും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയിട്ടാ. പിന്നെ കുറച്ചു നേരം നമ്മൾ താഴെ ഇരുന്നിട്ട് പിന്നെ മുകളിലേക്ക് വന്ന് അവനെ കിടത്താൻ വേണ്ടിയിട്ട്. അപ്പം അമ്മാമ്മ കിടക്കണതിന് മുന്നേ അവനെ രൂപം പൊത്തിക്കണേനെ. ഇപ്പൊ കിടത്താൻ കൊണ്ടുവന്നാലും അപ്പൊ തന്നെ കിടന്നുറങ്ങൊന്നുമില്ല കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ ആന കളിച്ചിട്ടൊക്കെ കിടക്കണം. ഇപ്പൊ ഇതാണ് സ്ഥിരം പരിപാടി. അപ്പതേ സ്റ്റേജിൽ ജിമ്മിൽ നിന്ന് തന്നെ വഴിക്ക് എനിക്ക് യോഗോട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് യോഗോട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്റ്റേജിൽ മേടിച്ചിട്ടൊന്നാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ പറഞ്ഞേ.